സ്വന്തം കൂട്ടുകാരികൾ കൺമുന്നിൽ ഇല്ലാതായതിന്റെ തീരാവേദനയിലാണ് അജ്ന. പനയമ്പാടം അപകടത്തിന് കാരണമായത് സിമന്റ് ലോറിക്ക് എതിരെ വന്ന മറ്റൊരു ലോറിയുടെ അമിത വേഗതയാണെന്ന് അജ്ന പറയുന്നു. മണ്ണാർക്കാട് ഭാഗത്തുനിന്ന് ലോറി വരുന്നുണ്ടായിരുന്നു. അത് നല്ല സ്പീഡിലാണ് വന്നിരുന്നത്. പാലക്കാട് ഭാഗത്തുനിന്ന് ലോറി വരുന്നുണ്ടായിരുന്നു. അത് മണ്ണാർക്കാട് ഭാഗത്തുനിന്ന് ലോറി വന്ന് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ചെരിഞ്ഞു. അപ്പോൾ പാലക്കാട് വരുന്ന ലോറി അതിൻ്റെ ബാക്കപ്പ് ഇടിച്ചപ്പോൾ പാലക്കാടിന് വരുന്ന ലോറി ഇടിച്ചോണ്ട് പോയി. ഞാനും ആയിട്ടൊപ്പം ഉണ്ടായിരുന്നു. ഞാനൊരു കുഴിക്ക് വീഴുകയായി. പനയമ്പാടം അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട അജ്നയ്ക്ക് തൻ്റെ സുഹൃത്തുക്കൾ കൺമുന്നിൽ ഇല്ലാതായതിൻ്റെ ഞെട്ടൽ മാറിയിട്ടില്ല. അജ്നയും ചേർന്നാണ് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് ഇറങ്ങിയത്. അജ്നയുടെ ബാഗിൽ കൂട്ടുകാരികളുടെ പഠന സാമഗ്രികൾ ഉണ്ടായിരുന്നു. അവരുടെ പുസ്തകങ്ങളും ഇതൊക്കെ എക്സാം ബോർഡൊക്കെ അർജുനയുടെ കയ്യിലായിരുന്നു. അവരുടെ എക്സാം ബോർഡൊക്കെ എൻ്റെയിലും, എൻ്റെ ബോക്സും ബുക്കൊക്കെ അവൻ്റെ കയ്യിലേക്ക്. അപകടത്തിൽ മരിച്ച 4 പേരും അത്ഭുതകരമായി രക്ഷപ്പെട്ട അജ്നയുമെല്ലാം എപ്പോഴും ഒരുമിച്ചാണ് യാത്രകൾ. നാടിൻ്റെ പ്രിയപ്പെട്ടവർ, വളരെ സാധാരണ കുടുംബത്തിലെ കുട്ടികൾ, രക്ഷിതാക്കളുടെ പ്രതീക്ഷകളായിരുന്നു. ഇവർ ഏകദേശം ജനിച്ച് ബുദ്ധി വെച്ച നാൾ തൊട്ടിട്ട് ഈ പറഞ്ഞ പോലെ ഒരു കട്ട ഫ്രണ്ട്സാണ്. എന്നിൽ തൊട്ട വീട്ടിൽ മരിച്ച അബ്ദുൽ സലാമിൻ്റെ വീട്ടിൽ ഞാൻ ഒരു രാത്രി 2 മണിക്ക് അവനെ കാണാൻ പോയി, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വന്നിട്ട്. അപ്പോൾ അവൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഈ 7 കുട്ടികളും എല്ലാ ദിവസവും അവൻ്റെ വീട് ഒരു സെൻട്രൽ പോയിന്റിലാണ്. എല്ലാ ഭാഗത്തുനിന്നും കേന്ദ്രീകരിച്ച് അവിടെ വന്ന് എല്ലാ ദിവസവും അവിടെ നിന്ന് പോയി എല്ലാ ദിവസവും അവിടെ വരുന്നു. അങ്ങനത്തെ ഒരു ആത്മബന്ധമാണ്. തീരാവേദനയിലാണ് പനയമ്പാടം ചെറുളി എന്ന ഗ്രാമം. ഇനി ഇവിടെ ഒരു അപകടം ഉണ്ടാകരുത് എന്നത് മാത്രമാണ് നാടിൻ്റെ പ്രാർത്ഥന. ന്യൂസ് മലയാളം, പാലക്കാട്.